പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് കേസ് ഫയലുകൾ പൊടിതട്ടിയെടുത്ത് ക്രൈംബ്രാഞ്ച്. പുനരന്വേഷണമാണോ ലക്ഷ്യം? ഈ ചോദ്യം ഇപ്പോൾ ഇരട്ടിയാവുകയാണ്. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ഉത്തരം കിട്ടാതെ തുടരുകയും ചെയ്യുന്ന സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം വീണ്ടും ചർച്ചയാകുന്നു. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ പോലീസ് വീണ്ടും പരിശോധിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ ഈ പുതിയ നീക്കം ഏതാണ്ട് 42 വർഷമായി തുടരുന്ന ദുരൂഹതകൾക്കിടയിലാണ്. ചെങ്ങന്നൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു. അതും ജനുവരി മാസത്തിലെ ഒരു രാത്രിയിൽ. വഴിയരികിൽ ഒരു കാർ കത്തിക്കിടക്കുന്നു, അതിനുള്ളിൽ കത്തിയെരിഞ്ഞ ഒരു മൃതദേഹവും കണ്ടെത്തി എന്നായിരുന്നു ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിന്റെയും ആൾമാറാട്ടത്തിന്റെയും ഞെട്ടിക്കുന്ന കഥ അവിടെ തുടങ്ങി. ഒരു മനുഷ്യനെ പണക്കൊതി മൂത്ത് പച്ചയ്ക്ക് ചുട്ടരിച്ച സുകുമാരക്കുറുപ്പ് എന്നൊരു കൊടും കുറ്റവാളിയുടെ കഥയാണത്. 1984 ജനുവരി 22 പുലർച്ചെയാണ് മാവേലിക്കരയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോകുന്ന വഴി കുന്നം എന്ന സ്ഥലത്തുള്ള ഒരു വയലിൽ ഒരു കാർ കത്തിയിരിക്കുന്നതായി വഴിയിലൂടെ പോയ കുറച്ച് യാത്രക്കാർ കാണുന്നത്. ഞെട്ടിത്തരിച്ചു പോയ ആ യാത്രക്കാർ അടുത്തുള്ള വീടുകളിലൂടെ വാതിൽ തട്ടി ആളുകളെ കൂട്ടി. കത്തിയെരിഞ്ഞ കാറും അതിനുള്ളിലെ മൃതദേഹവും കണ്ടു. സമയം ഒട്ടും കളയാതെ അവർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. ആദ്യം സ്ഥലത്തെത്തിയത് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആയിരുന്ന PM ഹരിദാസ് ആണ്. തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷം കാർ അബുദാബിയിൽ നിന്ന് വന്ന സുകുമാരക്കുറുപ്പ് എന്ന ആളുടേതാണെന്നും മൃതദേഹവും അയാളുടെ തന്നെയെന്നായിരുന്നു കണ്ടെത്തിയത്. ഈ നിഗമനത്തിൽ പോലീസും എത്തി. പക്ഷേ ആ പോലീസ് വിധിയിൽ ഡിവൈഎസ്പി ഹരിദാസിന് തോന്നിയ ഒരു ചെറിയ സംശയമാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. വിഷമുള്ളിൽ ചെന്നും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തെളിഞ്ഞു. പിന്നീട് കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തുകയാണെന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി. നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പിന്നീട് സംസ്കരിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾക്കപ്പുറം ഉണ്ടായ 2 സംഭവങ്ങളാണ് കേസിന്റെ വഴി തെളിയാൻ സഹായിച്ചത്. പോലീസിന് സുകുമാരക്കുറുപ്പാണ് മരിച്ചതെന്ന് മൊഴി കൊടുത്തത് അയാളുടെ തന്നെ ബന്ധുവായ ഭാസ്കര പിള്ളയായിരുന്നു. അന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭാസ്കര പിള്ളയുടെ ദേഹത്ത് 2 ദിവസം പോലും പഴക്കം വന്നിട്ടില്ലാത്ത നിരവധി പൊള്ളലുകൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അയാളാണ് കുറുപ്പിനെ കൊന്നതെന്ന് സമ്മതിച്ചു. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. അതിനിടയ്ക്ക് ചാക്കോ എന്നയാളെ കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കളും പോലീസിനെ കണ്ടു. അങ്ങനെ പിന്നീടുള്ള അന്വേഷണത്തിൽ മരിച്ചത് കുറുപ്പല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നെ ആര്, എന്തിനെന്ന ചോദ്യവും കൂടുതലായി ഉയർന്നു. അങ്ങനെ ചാക്കോയിലേക്ക് അന്വേഷണം എത്തി. അബുദാബിയിൽ താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഏകദേശം 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായിരുന്നു സുകുമാരക്കുറുപ്പ് ഇത്തരം ഒരു കൊടും ക്രൂരമായ കൊലപാതകം നടത്തിയത്. തന്റെ ശരീരത്തോട് സാമ്യമുള്ള ഒരു മൃതദേഹം കാറിലിട്ട് കത്തിച്ച് താൻ മരിച്ചുവെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനായിരുന്നു ലക്ഷ്യം. ഇതിനായി ചാക്കോയെ കാറിൽ കയറ്റുകയും മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നെൽപ്പാടത്തിനടുത്ത് വെച്ച് കാറിനുള്ളിലിട്ട് ചാക്കോയുടെ മൃതദേഹം കത്തിച്ചു. കുറുപ്പിന്റെ സഹായികളായ ഭാസ്കരപിള്ള, പൊന്നപ്പൻ, ഷാഹു എന്നിവരെ ദിവസങ്ങൾക്കകം തന്നെ പോലീസ് പിടികൂടി. പക്ഷേ പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പ് അപ്പോഴേക്കും അപ്രത്യക്ഷനായിരുന്നു. പിന്നീട് രൂപമാറ്റം വരുത്തി ഉത്തരേന്ത്യയിൽ കഴിയുന്നുണ്ടെന്നും വിദേശത്തേക്ക് കടന്നെന്നും തുടങ്ങി നിരവധി കഥകൾ കുറുപ്പിനെ പറ്റി പ്രചരിക്കുന്നുണ്ടെങ്കിലും പോലീസിന് ഇന്നും കുറുപ്പ് ഒരു പിടികിട്ടാപ്പുള്ളി തന്നെയാണ്. എന്തായാലും ഇന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കുറേയധികം സംശയങ്ങൾ ബലമായി നിലനിൽക്കുകയാണ്. എന്നാലും പിടികിട്ടാത്ത ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും മറവിൽ കാലങ്ങളായി സുകുമാരക്കുറുപ്പ് എന്ന കൊടും കുറ്റവാളി ഇന്നും ജീവിക്കുന്നു. കൊലപാതകത്തിന് ശേഷം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പ് പോലീസിനും പൊതുസമൂഹത്തിനും മുന്നിൽ അദൃശ്യനായി തുടരുകയാണ്. അതിനിടയിൽ ഓരോ ആളുകൾക്കിടയിലും പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് എന്ന പേര് അവശേഷിപ്പിച്ചു പോയ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.